സിനായ് പെനിൻസുലയുടെ പടിഞ്ഞാറേ അതിരുമുതൽ പേർഷ്യൻ ഗൾഫ് വരെ പരന്നുകിടക്കുന്ന അതിവിശാല മണലാരണ്യത്തിൻ്റെ നീലാകാശത്ത് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമയ സൂര്യൻ മനസ്സില്ലാ മനസ്സോടെ മെല്ലെ വിസ്മൃതിയിലേക്ക് മറയുമ്പോൾ അങ്ങകല മകത്തായ ലാറ്റിൻ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായ ബ്യൂണസ് ഐറസിൻ്റെ നീലവാനിൽ ഉദയസൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഭൂമിയെ തൊടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മാറക്കാനിയുടെ വിരിമാറിൽ ചവിട്ടിയ ആനന്ദ നൃത്തത്തിന് മിഴിവേകി പൂനിലാവ് പൊഴിച്ചത് ചന്ദ്രനെങ്കിൽ ഇന്നതിനുള്ള യോഗം പ്രഭാപൂരിതമായ ബ്യൂണസ് ഐറിസിൻ്റെ ആകാശത്തെ ആൽബി സെലസ്റ്റ്യൻ പതാകയിലെ സുന്ദര സാന്നിധ്യമായ പുഞ്ചിരിക്കുന്ന ഉദയസൂര്യൻ്റെയാണ്. 1001 രാവുകളുടെ അറേബ്യൻ മിത്തുകളിലേക്ക് പുതുതലമുറയ്ക്ക് പാടി നടക്കാൻ മകത്തായ ഒരു ആൽബി സെലസ്റ്റ്യൻ ഏടുകൂടി എഴുതി ചേർക്കപ്പെടുന്നു. മാക്കലിസ്റ്ററുടെ നെടുനീളൻ പാസ് മാലാക കാൽക്കുമ്പിളിൽ സ്വീകരിച്ച് ലുസൈൽ സ്റ്റേഡിയത്തിലെ ഫ്രഞ്ച് ഗോൾ പോസ്റ്റിൽ അഭിഷേകം ചെയ്യുമ്പോഴും ഏറ്റ മുറിവുകൾക്ക് മറുപടിയായി വന്ന മകാനുഭാവൻ കാവ്യനീതികളെ യാഥാർത്ഥ്യമാക്കുവാൻ ലോറിസിനെയും മറികടന്ന് ആ സ്പോട്ട് കിക്കിൽ നിന്നും ഗോൾ നേടിയതിനു ശേഷം ആത്മനിർവൃതികളോടെ കൈകളുയർത്തുമ്പോഴും ദശാംസിൻ്റെ ടാക്റ്റിക്കൽ ബ്രില്യൻസിനെ തൻ്റെ സ്ട്രാറ്റജിക്കൽ ബ്രെയിൻ ഉപയോഗിച്ച് സ്കലോണി ഔട്ട് ക്ലാസ് ചെയ്യുമ്പോഴും ആ ഉദയസൂര്യൻ തന്നെ സാക്ഷിയാവുകയാണ്. ഡീപോളും എൻസോയും അലിസ്റ്ററും ചേർന്നൊരുക്കിയ മധ്യനിരയിലെ ബർമൂഡ ട്രയാങ്കിളിൽ നിഷ്കരുണം വീണുമുടന്തിയ ഫ്രഞ്ച് പടയെ നോക്കി ലോകം ഒന്നടങ്കം കണ്ണുമിഴിച്ചു. എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാനാവാതെ ഗ്രീസ്മാനും എംബാപ്പയും കിട്ടിയ സ്പേസുകളിൽ പാസുകൾക്കായി ഏകാന്തരായി നിന്നു. ക്രിസ്ത്യൻ റൊമേറയും ഒട്ടാമണ്ടിയും ഗോൾമുഖത്തിനു മുന്നിൽ ലക്ഷ്മണ രേഖ വരച്ചിരുന്നു. ടാഗ്ലിയും മൊളീനയും പന്തയ കുതിരകളെപ്പോൾ ഓടിക്കിതച്ച് നടന്നു. വിസ്മയം പോലെ തീർന്ന ആദ്യ 70 മിനിറ്റുകൾ. പക്ഷേ ലുസൈൽ സ്റ്റേഡിയത്തിലെ വിശ്വവിഖ്യാത പോരാട്ടത്തിന് ഒരു വൺ സൈഡ് ഗെയിമിൻ്റെ നിറം കൊടുത്ത് വെറുതെ ഇരിക്കുവാൻ കളിദൈവങ്ങൾ തയ്യാറല്ലായിരുന്നു. ഒട്ടാമണ്ടിയുടെ കാലിൽ ഇടിത്തിയായും എംബാപ്പയുടെ കാലിൽ ഇടിമിന്നലായും അവർ പരകായ പ്രവേശം ചെയ്ത് കാണണം. മെസ്സിയുടെ അസാമാന്യ ഷോട്ട് ലോറിസ് സേവ് ചെയ്ത് അകറ്റിയതിനു ശേഷം ഫുൾ ടൈം വിസിൽ മുഴങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 2-2. മറ്റൊരു ശപിക്കപ്പെട്ട ദിനമായി മാറാൻ തുടങ്ങുന്ന ഖത്തറിൻ്റെ കറുത്തിരണ്ട ആകാശത്തേക്ക് നോക്കി അർജന്റീനിയൻ ജേഴ്സി അണിഞ്ഞ സകലരും തങ്ങളുടേതെന്ന് കരുതപ്പെടുന്ന ദൈവങ്ങളെയെല്ലാം തിരഞ്ഞ നിമിഷം. കാവ്യനീതികളെപ്പോലും സുവർണ ലിപികൾ കൊണ്ട് അലങ്കരിച്ച മെസ്സിയുടെ എക്സ്ട്രാ ടൈം ഗോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമ വില്ലനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു എംബാപ്പെ പെനാൽറ്റി ഗോൾ. എമിലിയാനോ മാർട്ടിനസിൻ്റെ നൂറ്റാണ്ടിൻ്റെ സേവ്. മറുപുറത്ത് ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം ഗോൾ അവസരം പാഴാക്കുന്ന ലൗറ്റാറു. അവസാനം ബെഞ്ചിൽ നിന്നും വന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഡിബാല. ഒരു പ്രൊഫഷണൽ ഫിലിം എഡിറ്റർക്ക് പോലും ഇത്രമേൽ ത്രസിപ്പിക്കുന്ന കട്ടുകളും മൊമെൻറ്റുകളും അത്രമേൽ വേഗതയിൽ സമന്വയിപ്പിക്കാൻ സാധിക്കുമോ എന്നത് സംശയമാണ്. ഒടുക്കം പെനാൽറ്റിയിലേക്ക് പോകുമ്പോൾ എമിലിയാനോ മാർട്ടിനസ് എന്ന മഹാമേരു കല്ലുറച്ച മനസ്സുമായി കിക്കുകളെ തടുത്തിട്ട് ആരാധകരെ നോക്കി നൃത്തം ചവിട്ടിയും ഉയർന്നു ചാടി കൈമുഷ്ടി കൊണ്ട് ശൂന്യതയിലേക്കുയർത്തി ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ തിരശീലയിൽ ഈ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച ക്ലൈമാക്സ് പോർഷനായിരുന്നു. ഒടുക്കം 4ാം പെനാൽറ്റി സ്കോർ ചെയ്ത് ജേഴ്സിയുമൂരി ആനന്ദ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഓടിയെടുക്കുന്ന മോണ്ടിയൽ. എത്ര മധുരമുള്ള ഓർമ്മകൾ! ചരിത്രത്തിൻ്റെ സ്നേഹവും തലോടലും ക്രൂരതകളുമെല്ലാം അനുഭവിച്ച ബ്യൂണസ് ഐറിസിലെ സ്ക്വയറുകൾ ആഘോഷമുഖരിതമാണ്. എല്ലാ ദുഃഖഭാരവും ഇറക്കി വെച്ച് റൊസാരിയോയുടെ പുത്രൻ സന്തോഷ കണ്ണീർ പൊഴിച്ച് തന്നെ സ്വീകരിക്കാൻ നിൽക്കുന്ന പടിഞ്ഞാറൻ ചക്രവാളത്തെ പുൽകിയിരിക്കുന്നു. മനസ്സിൽ ഇന്നും ഓർമ്മകൾ തിമിർത്തു പെയ്യുകയാണ്. പരുത്ത മണലിനും മനസ്സിനും മുകളിൽ അതങ്ങനെ കെട്ടിക്കിടക്കട്ടെ. ഖത്തറിൻ്റെ മണലാരണ്യം പകർന്ന തണലും തണുപ്പും ഇനിയും ഒരുപാട് നാൾ കുളിർ പകരട്ടെ.